നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാൻ ഡൽഹിയിൽ കോൺഗ്രസിന്റെ നിർണായക യോഗം നടക്കുകയാണ്. ഹൈക്കമാൻഡുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുൻപ് കേരള നേതാക്കൾ നടത്തിയത് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചയാണ്. ഗുരുവായൂർ പട്ടാമ്പി സീറ്റുകളും കളമശ്ശേരി കൊച്ചി സീറ്റുകളും മുസ്ലിം ലീഗുമായി വെച്ചുമാറും. ഗുരുവായൂരിൽ TN പ്രതാപനും കളമശ്ശേരിയിൽ മുഹമ്മദ് ഷിയാസും മത്സരിക്കും. കെ ബാബു ഒഴികെ എല്ലാ സിറ്റിംഗ് MLA-മാരും മത്സരിക്കാൻ ധാരണയായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിൽ യോഗം ചേരുന്നതിന് മുന്നോടിയായിട്ടാണ് സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ വസതിയിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ എത്തുകയും അവിടെ ചില നിർണായകമായിട്ടുള്ള ചർച്ചകൾ നടത്തുകയും ചെയ്തത്. ആ ചർച്ചയുടെ ചില വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും ഈ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് KC വേണുഗോപാലിന്റെ വസതിയിൽ ഉണ്ടായത്. അതിൽ ഗുരുവായൂർ പട്ടാമ്പി സീറ്റുകൾ ലീഗുമായി വെച്ചുമാറാനുള്ള ഒരു ധാരണ അത് ആ കൂടിക്കാഴ്ചയിൽ ആ നിർണായക ചർച്ചയിൽ ഉണ്ടായി. മറ്റൊന്ന്, ഗുരുവായൂർ സീറ്റിൽ TN പ്രതാപൻ മത്സരിച്ചേക്കും. കളമശ്ശേരി കൊച്ചി സീറ്റുകൾ വെച്ചുമാറാനും ധാരണയായിട്ടുണ്ട്. കളമശ്ശേരിയിൽ അങ്ങനെയെങ്കിൽ മുഹമ്മദ് ഷിയാസ് ആയിരിക്കും മത്സരിക്കുക എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. കെ ബാബു ഒഴികെയുള്ള സിറ്റിംഗ് MLA-മാരെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കുമെന്ന സൂചന കൂടി ലഭിക്കുന്നുണ്ട്. കെ ബാബു നേരത്തെ തന്നെ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്നൊരു ആവശ്യം അറിയിച്ചിരുന്നു. എന്തായാലും അതുകൊണ്ട് തന്നെ കെ ബാബു ഒഴികെയുള്ള എല്ലാ സിറ്റിംഗ് MLA-മാരും ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. തൃപ്പൂണിത്തുറ പാലക്കാട് സീറ്റുകളുടെ കാര്യത്തിൽ കൂടുതൽ ചർച്ചകൾ നടത്തി സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ കൂടിയാണ് പാർട്ടി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. തൃക്കാക്കരയിൽ ഉമാ തോമസ് തന്നെ സ്ഥാനാർത്ഥിയായി വരും, ഈ തെരഞ്ഞെടുപ്പിലും വരും എന്ന സൂചന കൂടി ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിൽ കേരള നേതാക്കളുടെ യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.